പരീക്ഷയൊക്കെ നന്നായി എഴുതിയോ? ആ വെരി ഗുഡ്. കാണിച്ചേ. അയ്യേ, ഇതുകൊണ്ട് വീട്ടിൽ ചെന്നാ എങ്ങനെയാ? ചോക്കുണ്ടോ കയ്യില്? കാണും. ഇതാ. Once upon a time, the sky fell in a well. Once upon a time, a mount flew up the sky. താഴെ വീണു മാനം, ഇല്ല ഇല്ലലാ. കാലും കൊണ്ടി തൂങ്ങി, ഇല്ല ഇല്ലലാ. മാനവും മണ്ണുമായി തമ്മിലുമ്മയാ. താഴെ വീണു മാനം, ഇല്ല ഇല്ലലാ. Once upon a time, man had a tail. And once upon a time, he was on the tree. കുഞ്ഞുറുമ്പ് പെറ്റതാനേ. No. കുഞ്ഞലിച്ചു കുഞ്ഞു പർവ്വതം. Oh no. പൂച്ചനക്കി പൂനിലാവിനെ. Really? ചൊറിച്ചു മല്ല് പോത്ത് ചത്തുപോ. ചത്തുപോ. You mean? മരിച്ചു ചൊല്ലു പോത്ത് ചത്തുപോ. ചേച്ചി കീച്ചു പുഴുവിഴുങ്ങി കാച്ചു വിട്ട് പേച്ച് കേട്ട് മൂച്ചു വിട്ട് കാറ്റു പോയി പഞ്ചറായി നാം. താഴെ വീണു മാല, ഇല്ല ഇല്ലലാ. Once upon a time, the crow was white. And once upon a time, her voice was sweet. കോഴിയിട്ടതാണ് മുട്ടയോ? No. ആള് പെറ്റതാണ് പെണ്ണിനെ. No, no. പാട്ട് കേട്ട് പാമ്പ് ചത്തുപോയി. Really? ചൊറിച്ചു മണ്ണ് മോര് തരുമോ? തരുമോ? You mean? മരിച്ചു ചൊല്ലു മോര് തരുമോ? പേച്ച് കീച്ചും പുഴുവിഴുങ്ങി കാറ്റ് വിട്ട് പേച്ച് കേട്ട് മൂച്ചു വിട്ട് കാറ്റ് പോയി പഞ്ചറായി നാം. താഴെ വീണു മാനം, ഇല്ല ഇല്ലലാ. കാലും കൊണ്ടി തൂങ്ങി, ഇല്ല ഇല്ലലാ. മാനവും മണ്ണുമായി തമ്മിലുമ്മയായി. താഴെ വീണു മാനം, ഇല്ല ഇല്ലലാ. Once upon a time, our house was full of peace. Mom and Dad sang sweet melodies. Once upon a time, once upon a time, once upon a time, once upon a time. പണ്ടാരി കൊടുക്കാൻ 100 വട്ടം തന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? പിന്നെ അത് തന്നെ ചെയ്യുള്ളൂ വെച്ചാ അതേ പ്രസംഗമല്ലേ അത്? മീൻ വെക്കുന്ന ചട്ടി തന്നെ സാമ്പാർ. എന്താ ഇവിടെ വേറെ പാത്രമില്ലേ? അതല്ല, അയാൾക്ക് മടി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, മീനും ചോറും സാമ്പാറും കാപ്പിയും എല്ലാം കൂടെ ഒരു പാത്രത്തിട്ടാൻ കഴിവേറ്റ് ജോലി തരുമല്ലോ. എന്താ പോലെ കുഞ്ഞമ്മേ? എന്താടോ? എവിടെയും പോകണ്ട, ഞാനവിടെ നിർത്തിയേ പിടി. എന്നാ പിന്നെ എടുത്തങ്ങ് തലയിലോട്ട് വെച്ചോ. ഞങ്ങളുടെയൊക്കെ തറവാട്ടില്ലേ മീനും ചോറും സാമ്പാറും ഒക്കെ കൂടെ ഒരു പാത്രത്തിൽ ഇട്ട് പുഴുങ്ങാറില്ല. എന്താ പറഞ്ഞ ധ്വനി? ഞങ്ങളുടെയൊക്കെ തറവാട്ടില് എല്ലാം കൂടെ ഒരു പാത്രത്തിൽ ഇട്ട് പുഴുങ്ങി തിരുന്നതാണെന്നോ? ആയിരിക്കും. അവിടെ നില്ലേ?
നല്ല ലക്ഷണമൊത്ത 3-4 ആനകള് മുറ്റത്ത് നിരന്നു നിന്നിരുന്ന തറവാടാ എന്റേത്. അല്ലാണ്ട് എരുവച്ചാളവും വാരി എരുവപ്പാല് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് അഷ്ടകഴിക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഓ, എന്നിട്ട് എന്ത് ആനപ്പണ്ടം വിറ്റ് കിട്ടിയ കാശൊക്കെ? വെറുതെ ഇരുന്ന് ചൊറി കുത്തിയപ്പോഴേ കച്ചവടം തുടങ്ങാൻ ഞങ്ങളുടെ എരുമത്തൊഴുത്തിലെ കാശ് തന്നെ വേണ്ടി വന്നു. ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറഞ്ഞോണ്ടല്ലോ. പറയും, പറഞ്ഞപ്പോ എന്തോ ചെയ്യും? അവിടെ ഇരുന്ന് ചൊറിയ അത്ര തന്നെ. എന്തുവാടോ നിന്ന് കഥകളി കാണിക്കുന്ന? ഇറക്കിയൊന്ന് വാരി കളയടോ. പണ്ടാരം വന്നല്ലോ പടാ. എന്റെ ഭഗവാനെ, ഇനി 2 മാസത്തേക്ക് ഒരു സ്വൈര്യവും ഇല്ല കേട്ടോ. 1-2 മാസം മക്കള് കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിക്കല്ലേ വേണ്ടത്. അതെങ്ങനെ പറഞ്ഞാ മനസ്സിലാവണ്ടേ? അമ്മ ഇത് കണ്ടോന്നേ? അയ്യ, 100 വലത്തേറ്റത്തെ പൂജ്യം മാത്രമായിരിക്കും സ്കൂളിൽ നിന്ന് കിട്ടിയത്. ബാക്കിയൊക്കെ എഴുതി ചേർത്തതായിരിക്കും. കണ്ടോ, ഇത് കേട്ടോ അച്ഛാ? സാരല്ല മോളെ, അമ്മ പണ്ട് കുടിപ്പള്ളി കുടുത്തി പഠിച്ചിരുന്ന കാലത്തെ ഓർമ്മയ്ക്ക് പറയുന്നതാ. കുട്ടപ്പല്ലേ, എന്റെ മക്കള് വന്ന് കണ്ടില്ലേ? അവർ കഴിക്കാൻ വല്ലതും കൊടുക്ക്. എന്താ ആദ്യം പോയി കാലും മുഖമൊക്കെ കഴുകി ഡ്രസ്സും മാറി വന്നോട്ടെ, പിന്നെ മതി കഴിക്കൽ. വിശന്ന് തളർന്നു വരുമ്പോ കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയാതെ അവനെ. ഇവിടെ കൊണ്ടുവെക്ക. ഞാൻ പറയാതെ ഇയാൾ ഇവിടെ കൊണ്ടുവയ്ക്കോ? കൊണ്ടുവയ്ക്കണ അവിടെ. ഇവിടെ കൊണ്ടുവെക്കാൻ. എടാ, അവിടെ കൊണ്ടുവയ്ക്കാനാ പറഞ്ഞത്. ഈ സാധനം ഒറ്റ ഏറെറിഞ്ഞാണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട പുട്ട. മിണ്ടാൻ പറ്റിയെങ്കിലേ എന്റെ വായുനില പുളിച്ച തെറിയ വരിക. ഞാനാ ഇവിടുത്തെ ഗ്രഹനാഥൻ. ഗ്രഹനാഥനെ അങ്ങ് തിണ്ണേല്. ഇവിടുത്തെ കാര്യം നോക്കുന്ന ഞാനാ. പിന്നെ ഞാനെന്താ ഈ വേഷം കിട്ടിയിരിക്കുന്നേ? ഒഴുകട്ടെ പിടുക്കാൻ ഇല്ലാത്തവനാ. ഒരു പെട്ട വെച്ചെന്നോണ്ടല്ലോ. പള്ളിയില് എന്റെ കൈയുടെ ചൂടറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാ ദേഷ്യം വന്നോട്ടല്ലോ. ഓ, ദേഷ്യം വന്നാ ഈയോടെ ഒരു മണിയോട് ഞാൻ ഇന്ന് നിർത്തിക്കണം. പുരുഷു ഓമനെ, പുരുഷു വന്നു. ഇങ്ങോട്ട്. അല്ല, ഇത് ഞാൻ ഇന്നലെ തന്നെ പോയത് വളരെ നന്നായി. ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും മന പൊളിക്കാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു. പക്ഷേ തറ വരെ ഇളക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. മരസാമാനങ്ങളും മറ്റും ലോറി കയറ്റി നേരെ കടയിൽ കൊടുത്തയച്ചു. ബാക്കി സാധനങ്ങൾ ഇത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഇതിപ്പോ എത്ര വർഷത്തെ പഴക്കം കാണുമെന്നാ നമ്പൂരി പറഞ്ഞത്? ആള് ശുദ്ധനായതുകൊണ്ടാവും. നമ്പൂതിരി നേരെ പറഞ്ഞുള്ളൂ, ഒരു 200 കൊല്ലത്തെ പഴക്കമുണ്ടാവും പറഞ്ഞു. ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടെന്നറിയോ? കുറച്ച് ആസിഡ് പുരട്ടി പറമ്പിൽ കുഴിച്ചിടാം. ഒരു 2 ആഴ്ച വേണേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പുറത്തെടുക്കുമ്പോ മുഴുവൻ ക്ലാവ് പിടിച്ചിരിക്കും. പിന്നെ 200 അല്ല 1000 കൊല്ലം എന്ന് പറഞ്ഞാലും സായിപ്പ് വിശ്വസിച്ചോളൂ. ഹാൻഡിക്സ് ആർ മെയ്ഡ്. വസ്തുക്കൾ അങ്ങനെയല്ലേ പുരുഷു പുരാവസ്തുക്കളാകുന്നത്. ആഹാ, വന്ന കല്ലേ നിക്കാണ്ട് വന്ന് ഊണ് കഴിക്കൂഞ്ഞേ. അതെങ്ങനാ? വന്നു കയറി കൈയും കാലും മുഖവും കഴുകി വൃത്തിയാക്കാണ്ടാണോ ഊണ് കഴിക്കുന്നത്? ഊണ് കഴിഞ്ഞിട്ട് മതി വൃത്തിയാക്കലൊക്കെ. ഓ, അത് ശരി. സ്വന്തം മക്കൾക്ക് ഒരു നിയമം, ഓപ്പയുടെ മകന് വേറൊരു നിയമം. ഇങ്ങനെയുള്ള കടുപ്പം പിടിച്ച പണിക്കൊക്കെ ഇവനെ അയക്കരുതെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ മുഖം ഇരിക്കുന്നേ? കരുവാളിച്ചു പോയി. അങ്ങനെയല്ല അപ്പച്ചി, ഈ വക കാര്യങ്ങൾക്ക് കുറച്ച് പിടിപ്പും പരിചയമുള്ളവർ തന്നെ വേണ്ടേ? അതല്ലേ അമ്മാവൻ എന്നെ തന്നെ അയക്കുന്നത്. പിന്നെ വേറെ ആർക്കും വേണ്ടിയിട്ടല്ലല്ലോ, ഇവിടത്തേക്കും എനിക്കും വേണ്ടി തന്നെയല്ലേ. നീ വാ, ഞാൻ ചോറ് വിളമ്പാം. വേണ്ട അപ്പച്ചി, വല്ല കാപ്പിയോ മറ്റോ മതി. എന്നാ നീ മേലോട്ടിയല്ലേ? സന്ധ്യ കുറച്ചു മുമ്പേ പുരുഷാട്ടിനെ കണ്ടില്ലല്ലോ എന്ന് പറയുന്ന കേട്ട്. അവൾ അങ്ങനെ പറഞ്ഞോ? ഞാൻ കേട്ടില്ലല്ലോ. പറഞ്ഞു, നമ്മള് കേൾക്കാഞ്ഞിട്ടാ. നീ മേലോട്ടിയല്ലോ, ഞാൻ അപ്പച്ച കാപ്പിയിടാ. ആ കുട്ടനാരെവിടെ? ഇതൊക്കെ എടുത്ത് അകത്ത് നോക്കാൻ പറയൂ. എന്താ പുരുഷേട്ടാ ഇത്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാ മുറി കടന്നു വരുമ്പോ മുട്ടി വിളിച്ചിട്ട് വേണം വരാനെന്ന്. എന്താ സന്ധ്യ ഇത്? സന്ധ്യയുടെ മുറി കടന്നു വരാൻ ഈ പുരുഷേട്ടന് പ്രത്യേകിച്ചൊരു മുട്ടിവിളിയുടെ ആവശ്യമുണ്ടോ? പറയൂ, സന്ധ്യ ഉണ്ടോ?
ആരുടെ മുറിയിലായാലും മാനേഴ്സ് ആർ മാനേഴ്സ്. സന്ധ്യ എത്ര പെട്ടെന്ന് എല്ലാം മറന്നു. പണ്ട് കൊച്ചുനാളിൽ നമ്മൾ ഒരുമിച്ച് മണ്ണ് വാരി കളിച്ചത്. ഒരു ദിവസം അമ്പലക്കുളത്തിന് മുന്നിലൂടെ വരുമ്പോ സന്ധ്യ ഒരു ആമ്പൽപ്പൂവ് കണ്ട് മോഹിച്ചത്. അരക്ക് വെള്ളത്തിൽ നീന്തി ചെന്ന് ഞാൻ ആ പൂവ് പൊട്ടിച്ചത്. കരക്ക് കയറും മുമ്പ് അന്ന് എന്റെ ചന്തിയിൽ ഒരു അട്ട കടിച്ചത്. ആ വേദന മുഴുവൻ ഞാൻ സഹിച്ചത് സന്ധ്യക്ക് വേണ്ടിയായിരുന്നില്ലേ? ഒന്നും മിണ്ടായിരിക്കോ പുരുഷേട്ടാ? ഒരു വക അറപ്പ് തോന്നുന്ന വർത്താനേ പറയൂ. അട്ട കടിച്ചത്രേ, നന്നായേ ഉള്ളൂ. തൽക്കാലം പുരുഷേട്ടൻ നിന്ന് പുറത്തിറങ്ങി ഇന്നേ. പ്രായമായ പെൺകുട്ടികൾ താമസിക്കുന്ന മുറിയത്. പോകാം, പക്ഷെ അതിനു മുമ്പ് ഇതാ നോക്ക്, സന്ധ്യക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. സമ്മാനവും കിമ്മാനും ഒക്കെ പുറത്തു വെച്ച് മതി. അങ്ങോട്ട് ഇറങ്ങിയെന്നേ, ഞാൻ അങ്ങോട്ട് വരാം. അല്ല, ഇത് ചേലൂര് മന പൊളിച്ചപ്പോ കിട്ടിയതാ. 200 കൊല്ലത്തെ പഴക്കൊണ്ടതിന്. ആണോ? എങ്കിൽ പിന്നെ ഇത് എന്റെ കയ്യിൽ ഇരിക്കുന്നത് വേസ്റ്റാ. അച്ഛന് കൊടുത്തേക്കാം. കടയിൽ കൊണ്ടുപോയി വിറ്റാ നല്ല വില കിട്ടും. ഇതിന് 1000 രൂപ വില വരും. വല്ല സായിപ്പ മറ്റോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ അതിന്റെ ഇരട്ടി കിട്ടുന്നിരിക്കും. ഇത്രയും വില പിടിപ്പുള്ള സാധനങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേസ്റ്റ് ചെയ്യാവോ പുരുഷു? ഇനി അഥവാ അവർക്ക് വല്ലതും കൊടുക്കണമെന്നുണ്ടെങ്കിൽ വല്ലോ 3-4 രൂപ മുടക്കി കൺമഷിയോ ചാന്തോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തേക്കണം. അത്രയല്ലേ ഉള്ളൂ. മോനെ പുരുഷു, വന്ന് കാപ്പി കുടിക്കോ മക്കളെ? നീ ചോറ് വേണ്ട കാപ്പി മതി എന്ന് പറഞ്ഞിട്ടല്ലേ അപ്പച്ചി കാപ്പി ഉണ്ടാക്കിയത്? വാ. വേണ്ട പച്ചി. എന്താടാ? എന്താ മക്കളെ? കാപ്പി കുടിച്ചിട്ട് പോ പുരുഷു. നിങ്ങൾ അവനെ വല്ലതും പറഞ്ഞോ? പിന്നെ അവനെന്താ വല്ലാതെ അങ്ങ് പോയേ? ഞാൻ അവനെ ഒന്നും പറഞ്ഞില്ല. ദാ ഇതിന്റെ കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. ആ സന്ധ്യക്ക് കുറെ കൂടുന്നുണ്ടെന്ന് കേൾക്കാം. ആ പുരുഷന് എന്ത് തോന്നി കാണും? എന്താ അവള് വല്ലതും വഴക്ക് പറഞ്ഞു? ആ, ആളുകളെ കൊച്ചാക്കുന്ന അല്ലെങ്കിലും നിങ്ങളുടെ കുടുംബക്കാരുടെ ഒരു പാരമ്പര്യമാണല്ലോ. അത് അവൾക്ക് അങ്ങനെ തന്നെ കിട്ടിയിട്ടുമുണ്ട്. ആശിച്ച് വല്ലതും സമ്മാനമായിട്ട് കൊണ്ട് കൊടുക്കുമ്പോ അത് സന്തോഷത്തോടെ സ്വീകരിക്കേണ്ടതിന് പകരം സന്തോഷം തോന്നിയാലേ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റൂ. ഈ വക വർത്തമാനം കേൾക്കുമ്പോഴാ നാളെ അവന്റെ കൂടെ പോയി പൊറുക്കേണ്ട പെണ്ണ അവള്. അത് പറഞ്ഞപ്പോ എന്താ മിണ്ടാണ്ട് തല താഴ്ത്തി കളഞ്ഞത്? ഒപ്പം മരിക്കാൻ നേരത്ത് കൊടുത്ത വാക്കാ. ഒന്നും അങ്ങനെ മറക്കാൻ പറ്റത്തില്ല. മറക്കാൻ ഞാനോട്ട് സമ്മതിക്കത്തുമില്ല. ഹലോ, ആ അതെല്ലോ, ശിവരാമകൃഷ്ണൻ നായർ തന്നെ. കൊടുത്തോളൂ. കേക്കുന്നില്ല, ഉറക്കെ പറയണം. അപ്പു വേണ്ട. അപ്പു, തന്റെ ശബ്ദം കേട്ടിട്ട് കാലം കുറെ ആയല്ലോ ദുഷ്ട. പട്ടാളം വിട്ടുന്നോ? ഓ, വോളണ്ടറി റിട്ടയർമെന്റ്, അത് പറ. എന്താ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നോ? ഇവിടെ അയലകത്തൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നല്ലേ തന്റെ ഡെറാഡൂൺ. ഇപ്പൊ ഇവിടുന്നാ വിളിക്കണേ? അപ്പൊ സൗകര്യമായല്ലോ. ഞാൻ പറയുന്നത് താൻ അങ്ങോട്ട് കേൾക്കുക. നമ്മൾ പണ്ടേ പറഞ്ഞുറപ്പിച്ചിരുന്ന കാര്യല്ലേ ഇത്? താൻ നേരെ ഇങ്ങോട്ട് പോരുക. എടോ, താൻ നേരെ ഇങ്ങോട്ട് പോരാൻ. അവൻ ആരാണെന്ന്, അപ്പുമേനോൻ ആരാണെന്ന് ഇന്ത്യൻ മിലിറ്ററിയുടെ ചരിത്രത്തിൽ തങ്കലിപികളിലാണ് അവന്റെ പേര് എഴുതി വെച്ചിരിക്കുന്നത്. ഇൻ ഗോൾഡൻ ലെറ്റേഴ്സ്. ഹി ഈസ് ദ ഹീറോ ഓഫ് ദ ഇന്ത്യൻ ആർമി. ഇലസ്ട്രേറ്റർ വീക്കിൽ ഇന്നാൾ അവന്റെ പടം വന്ന് ഞാൻ കാണിച്ചു തന്നില്ലേ? കാണിച്ചു തന്നു. എന്നാ ഇല്ല. ഇൻഡോ പാക് വാറിൽ, ഇൻഡോ ചൈന വാറിൽ ഇവനായിരുന്നു ഹീറോ. ലഫ്റ്റനന്റ് കേണൽ CA മേനോൻ എന്ന് കേട്ടാൽ ഇപ്പോഴും അതെ, ചൈനക്കാരും പാകിസ്ഥാൻകാരും ഉറങ്ങൂല. അത്രയ്ക്ക് ടെററായിരുന്നു. പുലിയല്ലായിരുന്നോ സിംഹം? പുലി എങ്ങനെയാ സിംഹാവുന്നത്? അച്ഛന്റെ കുട്ടിക്കാലം മുതലേ ഉള്ള ഫ്രണ്ടാടാ മക്കളെ. എന്നേക്കാൾ ഇളയതാ. പക്ഷേ ഞാൻ ചുമ്മാ ഒരു രസത്തിന് 2 കൊല്ലം തോറ്റു കൊടുത്തതുകൊണ്ട് സ്കൂൾ ഫൈനലിന് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ആനക്കാര്യത്തിനിടയില ചേനക്കാരി. അപ്പോ സ്കൂൾ ഫൈനൽ പരീക്ഷയുടെ റിസൾട്ട് അറിഞ്ഞതിന്റെ പിറ്റേന്ന് അപ്പുവിന്റെ അമ്മ മരിച്ചു. അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവന്. അന്ന് നാട് വിട്ടതാ.
ചെന്ന് ചേർന്നത് പട്ടാളത്തിൽ. ദാ തിരിച്ചു വരുന്നു ലെഫ്റ്റനന്റ് കേണലായിട്ട്. അതാണ് അപ്പു. ഈ ചൈനീസ് വാറിൽ ഒരിക്കൽ അവൻ ഈ ഐസില്ലേ, ഐസ്, ആ അതല്ലേ മോളെ, മഞ്ഞ് ഈ ഹിമാലയത്തിലൊക്കെ ഉള്ള മഞ്ഞില്ലേ, അതിന്റെ അടിയിൽ വിട്ടുപോയി. 1-2 ദിവസമല്ല, 15 days. എത്ര 15 ദിവസം മഞ്ഞില് കേട്ടാന്ന് കിടപ്പ് കിടന്നു. 15 ദിവസം എന്ന് പറഞ്ഞാൽ ഐ മീൻ 5 ദിവസം. 5 എന്ന് പറഞ്ഞാൽ 3 ദിവസം കിടന്നു. ഇനി എത്ര വിസിൽ അടിച്ചാലും കുറയ്ക്കുന്ന പ്രശ്നമില്ല. ഒരു ദിവസം കിടന്നു. ഒരു 2 വർഷം അവൻ ചൈനക്കാരുടെ തടവി കിടന്നു, പ്രിസണർ ഓഫ് വാർ ആയിട്ട്. റിലീസ് ചെയ്ത് തിരിച്ച് കൽക്കട്ട എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോ ആരൊക്കെയാ സ്വീകരിക്കാൻ പോയത്? അച്ഛൻ പോയോ? പ്രൈം മിനിസ്റ്റർ, ഡിഫൻസ് മിനിസ്റ്റർ, ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്. അതാണ് അപ്പു മേനോൻ, എന്റെ അപ്പു, ദ സ്റ്റാർ ഓഫ് ഇന്ത്യൻ ആർമി. ഹി ഈസ് കമ്മിങ് ഹിയർ ടുമോറോ. നാളെ. താൻ പഴയതുപോലെ തന്നെ ഉണ്ടല്ലോ, ഉരുണ്ടുരുണ്ട ഒരു ഫുട്ബോൾ പരുവായി മാത്രം. ഞാനും പഴയ പോലെ തന്നെ തോട്ടുവാരി നീണ്ടു ഒരു ലെഫ്റ്റനന്റ് കേണൽ ആയിട്ടുണ്ടെന്ന് മാത്രം. കറപ്പിച്ചതാ. അപ്പോ ഈ പെട്ടിയും പ്രമാണമൊക്കെ ഔട്ട് ഹൗസിലോട്ട് വെക്കാം. തന്റെ പട്ടാള ചിട്ടയ്ക്കും സ്വത്തുക്കും ഒക്കെ അതാ നല്ലത്. You can place my luggage there. കുട്ടനാരെ ഔട്ട് ഹൗസ് അവൻ തുറന്നു കൊടുക്കാൻ, പെട്ടിയൊക്കെ വെക്കാൻ. You have a beautiful house. എന്തൊരു പഴയ കോവിലായിരുന്നു, ചുടുവലിക്ക് കിട്ടിയതാ. ഈ വീടുമാര് തന്നെ ഔട്ട് ഹൗസും. ഇനിയിപ്പോ തനിക്ക് അവിടെ കൂടാം, തന്റെ വീടാത്. Thank you. ഇതിനിടയ്ക്ക് നമ്മുടെ കുടുംബത്തെ പരിചയപ്പെടുത്താൻ മറന്നു. എവിടെ? അതാ, ഇതാണ് നമ്മുടെ ധർമ്മപത്നി ഓമന കുഞ്ഞമ്മ. ഈ പേരിലുള്ള ഓമനത്വമൊന്നും പെരുമാറ്റത്തിൽ കണ്ടോളന്നില്ല കേട്ടോ. നമസ്തേ ജി. മലയാളത്തിൽ പറയണോ? സോറി, നമസ്കാരം. മൂത്ത സന്താനം സന്ധ്യ. ഹലോ. ഇത് സിന്ധു. തടിയനെവിടെ? ശംഖു. ഹലോ. ദാമു. ഇത് കാർത്യായനി അമ്മ, മുത്തശ്ശിയുടെ പേരാ. ഹലോ എവരിബഡി. ഈ കാണുന്ന മര്യാദയും ഭവ്യതയും ഒന്നും കണ്ട് വിശ്വസിക്കരുത്. അസൽ ആസാമികളാ. അത് പറയാതെ തന്നെ ഊഹിക്കാമല്ലോ, തന്റെ അല്ലേ മക്കൾ. ഇനി കുസുകൊന്നും കാണിക്കരുത്. വെടിവെക്കും അങ്കിള്, പട്ടാള. All in order? Yes, sir. Thank you. Welcome, sir. Thank you very much. It was a pleasure, sir. If you require any services, I will not hesitate to demand. it will be our pleasure, sir. Mine too. Thank you. Goodbye. Goodbye, sir. Goodbye. ഇപ്പൊ പുറത്തെടുക്കൂല. നീണ്ട 25 വർഷത്തെ സേവനം. Married to the Indian Army. You are absolutely right. Hello. തന്റെ ഇപ്പോഴത്തെ ശീലത്തിന് പറ്റിയ വിഭവങ്ങൾ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇരിക്കാം. Oh, Shivaram, you really disappointed me. എടോ, ഇതൊക്കെ കഴിച്ച് മടുത്തിട്ടാണ് മതിയാക്കി ഞാൻ ഇങ്ങോട്ട് പോകുന്നത്.
നമ്മുടെ പഴയ ഉണ്ണിയപ്പവും സുഖീനും കപ്പ പുഴുങ്ങിയത് പൊരിച്ചുണ്ടേ തന്റെ അടുത്ത് വരുമ്പോഴെങ്കിലും ഇതൊക്കെ കഴിക്കാമെന്നാ ഞാൻ കരുതിയത്. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ നാടൻ പലഹാരം വല്ലതും മതിയെന്ന്. പറഞ്ഞില്ല. പറഞ്ഞു. പറഞ്ഞില്ല. പറഞ്ഞു 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 ഞാൻ പറഞ്ഞത് തന്നെയാ, നോണ പറയണ്ട. ഓ ആ എന്നാ പറഞ്ഞു. എന്റെ ധാരണവും തെറ്റി. അതിന്റെ പിഴ മുഴുവൻ എന്റെ പടലേക്ക് സമ്മതിച്ചു പോരെ. മേന്നെ തന്റെ ഇഷ്ടവും താല്പര്യവും അനുസരിച്ചുള്ള ഐറ്റംസ് ഇന്ന് രാത്രി കൊണ്ട് പിടിച്ചു. കുട്ടനാരെ കുട്ടനാരെ ഒരു സൈഡ് പ്ലേറ്റിംഗ് എടുത്തോളോ. എന്താണോ ഇത്? ഒന്നും കഴിച്ചില്ലല്ലോ. കാപ്പി കുടിച്ചല്ലോ, അത്രയും മതി ഇപ്പോ. അച്ഛാ, അച്ഛാ, ഈ മെഡലുകൾ മുഴുവൻ പട്ടാളത്തിൽ നിന്ന് കിട്ടിയതാണോ? ഇതോ ഇത് ഞാൻ ചുമ്മാ സാമ്പിളിൽ തൂക്കിയിട്ടിരിക്കുന്നതല്ലേ. ഒരു പെട്ട് നിറയെ വേറെ ഉണ്ട്. നോട്ട് ദാറ്റ് മച്ച്, കുറച്ചുകൂടെ ഉണ്ട്. അച്ഛാ, വൈ ആർ യു സോ ഇൻക്യൂസിറ്റീവ്? ഇവളോ? എടോ ഇവളും പട്ടാളാ, NCC. ആംഡ് വിങ്ങിൽ കേഡറ്റ് ഓഫീസറാ. റിയലി? വെരി ഗുഡ്. കഴിഞ്ഞ ക്യാമ്പിന് ബെസ്റ്റ് കേഡറ്റ് മെഡൽ എനിക്കാ കിട്ടിയത്. ഐ സീ, എക്സലന്റ്. ഊർജിത ആശയ പാർത്ഥിവ തവ ഞാൻ. ഊർജിത ആശയ പാർത്ഥിവ തവ ഞാൻ. ഊർജിത ആശയ പാർത്ഥിവ തവ ഞാൻ ഉപകാരം കുര്യാ. കൃതകദത്തൈ തത്തത്തത്തൈ കൃതകദത്തത്തത്തത്തിന്തത്താ കൃതകദിത്തൈ തിത്തൈ തതികദത്തൈ. നിർത്തടാ, ഏതായാലും കിടന്ന് ചാടുകല്ലേ. എന്നാ പിന്നെ കിരീടവും കോപ്പും വേഷങ്ങളും ഒക്കെ കൂടെ എടുത്ത് അണിഞ്ഞോണ്ടങ്ങ് ചാടായിരുന്നില്ലേ? പോയി കിടന്ന് ഉറങ്ങടാ. രാത്രി ലവന്മാരുടെ ഒരു കഥകളി. തനിക്കറിയോ, പണ്ട് ഇവൻ നമ്മുടെ നാണുവാശാന്റെ കൂടെ 3 കൊല്ലം കഥകളി പഠിക്കാൻ പോയതാ. പറയട്ടെ, എന്നിട്ട് എന്ത് പറ്റി? നടു വളയൂല്ല.
അതുകൊണ്ടായോ പട്ടാളത്തിൽ പോയത്. ചുമ്മാതിരി. അത് താൻ തന്നെ പറഞ്ഞാ പോരെ. അല്ലടോ, 25 കൊല്ലം പട്ടാളവും യുദ്ധവും എന്നൊക്കെ പറഞ്ഞ് ജീവിക്കാൻ മറന്ന് താൻ തെണ്ടു കിടന്നു. ഇനി തന്നെ അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല എന്നാ ഇവള് പറയണത്. തന്നെ ഞങ്ങൾ എവിടെങ്കിലും ഒന്ന് തളയ്ക്കും. ബന്ധുക്കളെന്ന് പറയാൻ അങ്ങനെ ആരും ഇല്ലാത്ത നിലയ്ക്ക് പിന്നെ ഞങ്ങളൊക്കെ വേണ്ട ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത് ഇല്ലേ? അതെ. എന്താ ഈ പറയുന്നത്? എന്റെ ഈ പ്രായത്തില് ഓ, അയാൾക്കൊക്കെ മൂക്കി പല്ലു മുളച്ചു. ഇടോ, നല്ല കാര്യങ്ങൾക്ക് വൈകിപ്പോയൊരു പ്രശ്നം ഇല്ല. അതല്ല, കയ്യിൽ കുറച്ച് കാശുണ്ട്. ഇവിടെ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങണം. പറ്റിയാൽ ബീച്ചിനടുത്ത്. പിന്നെ എ സ്മോൾ കാസിൽ. അവിടെ കടലും നോക്കിയിരുന്ന് വല്ല പുസ്തകങ്ങളും വായിച്ച് പീസ്ഫുൾ ആയിട്ട് കഴിയാമല്ലോ ഇനിയുള്ള കാലം. ഒന്നും മിണ്ടായിടൂ. നമ്മുടെ ഈ വീടുള്ളപ്പോ പിന്നെ തനിക്ക് എന്തിനാ വേറെ വീടും ബംഗ്ലാവും ഒക്കെ? അടോ, തനിക്കറിയോ, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞങ്ങൾക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. ജാനമ്മ ടീച്ചറിന്റെ മകൾ അമ്മിണി. അവള് തന്നെ പോലൊന്നല്ല, ഒരു സുന്ദരിക്കുട്ടി. അന്നത്തെ ഞങ്ങളുടെ പ്ലാൻ എന്തായിരുന്നു അറിയോ? ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ഒന്നിച്ച് അമ്മിണിക്കുട്ടിയെ കല്യാണം കഴിച്ച് ഒരു വീട്ടിൽ താമസിക്കുക. ഒരു ഭാര്യ, ഒരു വീട്. പക്ഷേ 12ാമത്തെ വയസ്സില് സന്നിവാത ജ്വരം പിടിച്ച് അമ്മിണിക്കുട്ടി അങ്ങ് മരിച്ചു. ഞാൻ അപ്പോഴേ മറന്നു. പക്ഷേ ഇവന്റെ മനസ്സില് ഇപ്പോഴും അമ്മിണിക്കുട്ടി ഉണ്ടാവാനാ വഴി. ഇല്ലേ അപ്പൂ? അപ്പുവേ, അമ്മിണിക്കുട്ടിയേ, നമ്മുടെ കൊച്ചുനാളിലെ സ്വപ്നങ്ങളൊക്കെ പൊട്ടിപ്പോയെങ്കിലും അവസാനം നീ ഇവിടേക്ക് തന്നെ വന്നല്ലോ അപ്പു. അതാണീ ബന്ധം, അതാണീ സ്നേഹബന്ധം, മനസ്സിലായോ? ഇനി ഞാൻ എന്റെ അപ്പുവിനെ എവിടേക്കും വിടില്ല, കണ്ണടയുന്നത് വരെ. അപ്പു, എന്താ ഇത്? അപ്പു, ഇന്ന് വരെ കൂടുതൽ അങ്ങോട്ട് കൊണ്ട് കിടത്തട്ടെ, കൊണ്ടേ കിടത്താം. വന്നേ. നിനക്ക് പറഞ്ഞാ മനസ്സിലാവൂല. മനസ്സിലാവും. നടന്നാ ഞാനും അപ്പും തമ്മിലുള്ള ബന്ധം നിനക്കറിയോ? എനിക്കറിയാം. നടന്നാ മതി. നിനക്ക് എന്താ അറിയാം? കഞ്ഞി വെക്കാനും പൊട്ടനെ വരട്ടാനും അല്ലാണ്ട് ഇവക്കൊന്നും മനസ്സിലാവൂല. പറഞ്ഞാ മതി. ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതാ ഞാൻ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഉറങ്ങിയോ? വാങ്ങണ്ട, അറിയാം നന്നായിട്ട് ഉറങ്ങിയെന്ന്. വേഗം ഗുഡ് മോർണിംഗ് ഡിയർ. ഗുഡ് മോർണിംഗ് എവരിബഡി.
ഇറ്റ് ഈസ് ആൾമോസ്റ്റ് ഗുഡ് ആഫ്റ്റർനൂൺ now. എവിടേക്കാ പട കൊട്ടയം വെട്ടിയൊക്കെ ആയിട്ട്? സ്റ്റോറിലേക്ക് പോവാ. ആ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റാ. ആഹാ. ചിക്കൻ, മട്ടൺ, പോർക്ക്, ക്രാബ്, ഫിഷ് ആൻഡ് വെജിറ്റബിൾസ്. ഓഹോ, സാധനങ്ങൾ വാങ്ങാൻ പോകുന്നു എന്നല്ലേ പറഞ്ഞത്? എന്താ അപ്പൂന് പ്രത്യേകിച്ച് വല്ലതും വാങ്ങാനുണ്ടോ? അല്ല, തക്കാളി കിട്ടുമെങ്കിൽ കുറച്ച് കൂടുതൽ വാങ്ങാൻ പറയാമായിരുന്നു. ഓഹോ, അത്രേ ഉള്ളോ? അതാ തക്കാളി തനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടാ? ഉഹും, എനിക്കല്ല. ഇവിടെ ചിലരുടെ ശരീരപ്രകൃതിക്ക് തക്കാളി നല്ലതാണ്, അതുകൊണ്ടാ. ആ ചെല്ല് ചെല്ല്. തക്കാളി മാത്രം മതിയോ? ഷേവിംഗ് ക്രീം വേണ്ടേ? അവനവനോ നല്ല ബുദ്ധി തോന്നില്ല. ആർക്കെങ്കിലും നല്ല മനസ്സ് തോന്നി ബുദ്ധി ഉപദേശിച്ചു തന്നാ ഒന്ന് കേട്ടതുകൊണ്ട് എന്താ കുഴപ്പം? എടോ, ഇതർ ദേഖോ, ആയിരക്കണക്കിന് പട്ടാളക്കാര്, പല ഭാഗത്തു നിന്നും വരുന്ന പലതരം ആൾക്കാര്, ഒറ്റ വരിയില് ഒരേ ഡിസിപ്ലിനിൽ പറഞ്ഞാൽ പറഞ്ഞിടത്ത് പുഷ്പം പോലെ നിർത്തിയിട്ടുള്ളവനാ ഈ ഞാൻ. ആ എന്റെ അടുത്ത് തന്റെ ഈ 5 പീക്കിരി പിള്ളേരെന്ന് പറഞ്ഞാൽ നത്തിങ്, സിംപ്ലി നത്തിങ്. നത്തി അങ്ങോട്ട് ചെല്ല്. തനിക്ക് കഷ്ടകാലം തുടങ്ങാൻ പോവണ്ടോ മെന്നെ? ഞാൻ ഇവിടെ പിടിച്ചു നിക്കണതേ ആയുസിന്റെ ബലം കൊണ്ടാണ്ടോ. സുനോ ശിവറാം, താൻ എന്റെ കൂടെ അങ്ങ് നിന്നാ മതി. ഐ വിൽ ഡു ദ റെസ്റ്റ്. കുട്ടികളുടെ വെക്കേഷൻ കഴിയുമ്പോഴേക്കും താൻ നോക്കിക്കോ, they will be changed totally. കണ്ടാൽ തിരിച്ചറിയില്ല. കുട്ടികൾക്ക് കുറച്ച് അച്ചടക്കോ മര്യാദ ഉണ്ടാകുന്നത് കൊണ്ട് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. It's all going to be very simple. കുറച്ച് എക്സസൈസസ്, കുറച്ച് പ്രാക്ടിക്കൽ ട്രെയിനിങ്, ദാറ്റ്സ് ഓൾ. നല്ലതാ മേനോ സാറേ. ആ ശങ്കുവിന്റെ തടി ഇപ്പോഴേ ഇദ്ദേഹത്തിന്റെ ഉടുപ്പിൽ പിള്ളാന്നായിരിക്കുന്നേ. താനൊന്ന് എണീറ്റേ, നമുക്കൊന്ന് ടൗൺ വരെ പോകണം. കുറച്ച് ജോഗിങ് ഡ്രസ്സസും എക്സസൈസിനുള്ള വേറെ ചില സാധനങ്ങളും. കമോൺ. അതിന് ഞാനെന്തിനാ വരുന്നേ? അല്ലേ, ഇത് കേട്ടില്ലേ? കുഴി മടിയൻ. നമ്മളോട് ചെല്ലാതെ മേനോ സാർ എങ്ങനെ അറിയുന്നത് എന്തൊക്കെ എവിടൊക്കെയാ കിട്ടുന്നതെന്ന്? താൻ പോയി ഡ്രസ്സ് മാറി ഒന്ന് വണ്ടി എടുക്കും. Naughty to the core.
കിടന്നോളൂ. അങ്ങനെ. സാരമില്ല, ടേക്ക് ഇറ്റ് ഈസി. ഇതിലും വലുത് ഏതാണ്ട് വരാനിരുന്നാണെന്ന് കരുതിയാ മതി. എന്നാലും ഇതിത്തിരി കൂടിപ്പോയി. ഫ്രാക്ചർ ഇല്ലാത്ത ഭാഗ്യം എന്ന് അച്ഛൻ അമ്മയോട് പറയുന്ന കേട്ടത്. അമ്മയ്ക്കും അച്ഛനും നമ്മളെ സംശയമുണ്ടോ? ഭാഗ്യം ഇതുവരെ ഇല്ല. അപ്പോഴേ നമ്മളാര് ചെയ്തതെന്ന് അറിയായിരിക്കുമല്ലേ? ഈ സന്ധി ചേച്ചി ഇതിനൊക്കെ കാരണം. എന്തെങ്കിലും കുസൃതി ഒപ്പിക്കാൻ പറഞ്ഞ ഇങ്ങനെ ചെയ്തു വയ്ക്കാ? എനിക്ക് പേടിയാവുന്നു. നീ എവിടെ ഇരിയടാ? അങ്ങേർക്ക് സത്യത്തിൽ ഇത്രയും പോരാ. കുറച്ചുകൂടി കടുപ്പത്തിൽ എന്തെങ്കിലും ഒപ്പിക്കായിരുന്നാ എനിക്ക്. പാവം, ആ കഴുത്തും നിൽപ്പും ഭാവവും കണ്ട സങ്കടം തോന്നും. ആഹാ, എന്നാ ചെല്ല്, ചെന്നിരുന്ന് വീശി കൊടുക്ക്. ഞാൻ പോവാ. അങ്കിളിന് ദേഷ്യം തോന്നി അമ്മയോടോ അച്ഛനോടോ പറയുന്നതിന് മുമ്പ് ഞാൻ പോയി സോറി പറയാൻ പോവാ. അടി വരുമ്പോഴേ എനിക്കാ വരിക. ഞാനും വരാം. ഞാനും പോവാ. ഞാനില്ല. പൊയ്ക്കോ എവിടേക്കാന്ന് വെച്ചാ. സോറി പറഞ്ഞ് എല്ലാരും കൂടി കാലെഴുതി തീർത്തും കുടിച്ചോ. നാണം കെട്ട വകകള്. എന്താ പിന്നെ സോറി അങ്കിൾ. ഇറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന്? പറഞ്ഞത് കേട്ടില്ലേ? Get the hell out of here. എന്താ? സോറി പറയാൻ ചെന്നപ്പോ ഇറങ്ങി പോവാൻ പറഞ്ഞു. ഗെറ്റ് ഔട്ട് ഒന്ന് പേടിച്ച് മൂത്രമൊഴിച്ചിരുന്നേ. ഓഹോ, കുട്ടികളാവുമ്പോ ചില കുസൃതികളൊക്കെ കാണിക്കും. അതിലെന്തെങ്കിലും അപകടം പറ്റിയാല് അവരൊന്ന് സോറി പറയുമ്പം മെക്കിട്ട് കയറുക, പേടിപ്പിക്കുക. Just leave me alone. ഞങ്ങളെന്താ നിങ്ങളുടെ റെജിമെന്റിലെ കൂലിപ്പെട്ടാളെ
കരുതിയോ? ഇതേ ഞങ്ങളുടെ വീടാണ്. മൈൻഡ് ദാറ്റ്. I say leave me alone. ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങൾ ആരാണെന്നാ നിങ്ങളുടെ വിചാരം? ഇന്ത്യൻ പ്രസിഡന്റോ? You എന്ത് പറ്റി വളർന്ന് നെറ്റിയില്? ഒന്നുമില്ല. നോക്കട്ടെ. ഒന്നുമില്ലഞ്ഞിട്ടാണോ ബാൻഡേജും വെച്ച് കിട്ടും? എന്താടി പറ്റിയത്? ഒന്ന് വീണു. ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ അറിയാണ്ട് കാലൊന്ന് വഴുതി. അതെ, പ്രായമായ പെമ്പിള്ളേര് നിലത്ത് നോക്കി നടക്കണം. എവിടെയാ മോളെ തട്ടിയത്? ബാത്റൂമിന്റെ ടാപ്പിൽ. എന്നിട്ട് മരുന്നല്ലേ വെച്ചോ? ഡെറ്റോൾ കൊണ്ട് കഴുകി. അതുപോലെ മുറിവല്ലേ, സെപ്റ്റിക് ആകണം. എന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മരുന്ന് കാണും, എടുത്തു തരാം. നോ താങ്ക്സ്. I am sorry. I am very sorry. മൂപ്പരിപ്പ എങ്ങനെ? അങ്കിളിപ്പ എങ്ങനാന്ന്? Hi. Come on, kids. Come on. Hi. Come on. Share it. Share it. അങ്കിളിനോട് ദേഷ്യാണോ? അങ്കിളിന് ഞങ്ങളോടോ? നെവർ. ഒരിക്കലുമില്ല. എവിടെ ഒന്നാം പ്രതി? സന്ധ്യച്ചോ? ആ. 2 ദിവസമായിട്ട് ഭയങ്കര ഇടങ്ങറില്ല. ആഹാ. ഇങ്ങോട്ട് വിളിച്ചാ അങ്ങോട്ട് പോകും. അനങ്ങുമ്പോ ദേഷ്യം. ആരോട്? ആവോ ആർക്കറിയാം. ചോക്ലേറ്റ് തരുന്നോ? I am sorry. I will get you more. Come on. ഇത് കണ്ടോ സന്ദേശി? ഇത് മുഴുവൻ അങ്കിളമ്മയാണ്. ഏതെങ്കിൽ? പട്ടാളങ്കിള്. നല്ലൊരു മനുഷ്യൻ. ആണോ? എന്നാ എടുത്തങ്ങ് മടി വെച്ചോ. ഇനി മുതൽ എപ്പോഴും അങ്ങോട്ടെല്ലാം പറഞ്ഞിരിക്കാം ഔട്ട് ഹൗസിലേക്ക്. ഓഹോ, എന്നാ പിന്നെ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? അവിടെ തന്നെ അങ്ങ് കൂടിക്കൊള്ളാൻ പാടില്ലായിരുന്നോ? സോറി പറയാൻ ചെന്നപ്പോ ആട്ടിയിറക്കിയ കഥയൊക്കെ അങ്ങ് മറന്നുല്ലേ? നാണം ഉണ്ടോ നിനക്കൊക്കെ? പിന്നെ മണപ്പിച്ചോണ്ട് അങ്ങോട്ടിയല്ലേ? ഞങ്ങളാരും തലത്താനെ അങ്ങോട്ട് പോയൊന്നുമല്ല. പിന്നെ അങ്കിൾ ഇങ്ങോട്ടൊന്നും വിളിച്ചോണ്ട് എന്ത് സമ്മാനങ്ങളാ അങ്കിൾ തന്നത്? ഇനിയും തരും. കുണ്ടി പുഴുങ്ങി തിന്നോ. ഈ ചേച്ചി കിട്ടാൻ കൊതിയാ, അസൂയ. ആണോ? ആണോ സന്ധ്യ? നിനക്ക് അസൂയാണോ? ഇന്നെന്താമ്മേ കാപ്പിക്ക്? മാവെടുത്ത് അങ്ങേരും എല്ലാം ചെയ്തിട്ടുണ്ടോന്ന് ആർക്കറിയാം? ചപ്പാത്തിക്കാ? അല്ലടി, അരി ഉഴുന്ന് അരച്ചിരിപ്പുണ്ട്. ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഇപ്പൊ തരാട്ടോ. ഗുഡ് മോർണിംഗ് മേനോ സാറേ. ഗുഡ് മോർണിംഗ്. കോളർ എടുത്തിട്ട് കഴുത്തിന്റെ വേദന ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ വളരെ കുറവുണ്ട്. ആ, അമ്പലത്തിൽ പോയിരുന്നല്ലേ? അതെ. മോളെ, നീ ഈ പ്രസാദ് അങ്കിളിന് കൊണ്ട് കൊടുക്കും. ഞാൻ അപ്പുറത്തോട്ടൊന്ന് ചെല്ലട്ടെ? ഓ.
സന്ധ്യയെ കണ്ട് മാപ്പ് പറയാൻ ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു. എന്തിന്? അന്ന് എന്നെ തല്ലിയതിനോ? ഞാനത് മഹാ മോശമായി പോയി. ലുക്ക്, ഐ എം ടെറിബിളി സോറി. അത് പിന്നെ ദേഷ്യം പിടിച്ചിരിക്കുമ്പം ഈർഷ്യ തോന്നുന്ന വർത്താനം പറഞ്ഞുകൊണ്ട് വന്ന ആരായാലും ഒന്ന് കൊടുക്കും. എനിക്കങ്ങ് ഇഷ്ടായി പോയി. വന്ന് ഒരു താങ്ക്സ് പറയാൻ പറ്റിയില്ല ഇതുവരെ. ഇനിയുണ്ട് അതുപോലെ ഒരെണ്ണം കൂടി തരാൻ. കൊതി മാറിയില്ല, അതാ. അച്ഛാ, ഈ സാന്ധ്യേച്ചി അങ്കിളിനേക്കാൾ കടുപ്പാ. ചേച്ചിന്ന് പറയാൻ സമ്മതിക്കില്ല. അപ്പോ എന്റെ ട്രെയിനിങ് മോശമായിട്ടില്ല എന്നർത്ഥം. നാളെ കഴിഞ്ഞ വിഷുവാണ്, പടക്കം വാങ്ങാൻ മറക്കരുത്. പടക്കം പറഞ്ഞാലും കഴിഞ്ഞിട്ട് മറക്കില്ലേ ചേച്ചാ? നീ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഓർക്കാൻ. കൈനീട്ടം ഇല്ലാണ്ട് പിന്നെ എന്ത് വിഷുവാ അല്ലേ? 25 വർഷമായിടൂ ഞാൻ നാട്ടിൽ വിഷു ആഘോഷിച്ചിട്ട്. വി മസ്റ്റ് സെലിബ്രേറ്റ്. യെസ്. ആ പിന്നെ കാലത്ത് എഴുന്നേറ്റ് കണ്ണൂർന്ന് കളയരുത്, കണി കാണാനുള്ളതാ. ഞാനും താമും കൂടി ഒന്ന് വിളിക്കാം. കൈ പിടിച്ച് കണിയുടെ മുമ്പിൽ കൊണ്ട് ഇട്ടാലും ഞങ്ങൾ ഏറ്റു. പക്ഷേ അനുകൂടെ കണ്ടറിഞ്ഞ് കൈനീട്ടം തരണം. കൈനീട്ടം ഇപ്പൊ തന്നെ തരാടാ, അലവലാതി. കൈനീട്ടം ആരെങ്കിലും ചോദിച്ചിട്ടാണോ വായിക്കുന്നത്? കണ്ണൂർക്കല്ലേ? കണ്ണൂർക്കല്ലേ? മോളെ വന്നോണ്ടിരിക്കട്ടെ. ഇവിടെ ശരിയായി. കാല് തട്ടണ്ട, പലകണ്ട. കണ്ണ് തുറക്കരുത്, കണ്ണ് തുറക്കരുത്. വെള്ളം തൊട്ട് കൺപോളെ നനയ്ക്ക. തുറക്കരുത്. അതൊക്കെ തുറക്കാം. ഇതാണ് വിഷുക്കളി. ഇനി വിഷുക്കൈ നീട്ടാം. ഇല്ല. ഇത്തവണ എല്ലാവർക്കും കൈനീട്ടം എന്റെ വക. ആയിക്കോട്ടെ. ആദ്യം ശിവരാമൻ. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് നോക്കാം. കുട്ടനായർക്ക് ഇവിടെ Oh, I'm sorry. I forgot.
For NCC cadet, a gold medal. അമ്മേ ഇത് കണ്ടോ? അച്ഛാ, അച്ഛാ, ഇത് കണ്ടോ? മതി മതി മതി. തേങ്ങ പോയി പടക്കം പൊട്ടിക്കോ. നോക്കട്ടെ മോളെ. ഇങ്ങോട്ടാടി അമ്മ സൂക്ഷിച്ചു. വേണ്ട വേണ്ട, ഞാൻ തരില്ല. വെച്ചോട്ടോ. ഒട്ടും നോക്കും വേണ്ട. Be careful. Damo. I'm sorry. Brown girl in the ring, tra la 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 la. She looks like a sugar in a plum, plum plum. Brown girl in the ring, tra la 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 la. Brown girl in the ring, tra la 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 la. Brown girl in the ring, tra la 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 la. കുമുദം നന്നായിരിക്കുന്നോ? ആള് നല്ല തടിയുണ്ടിപ്പോ. ആഹാ. ഓ, എനിക്ക് അവളെ കാണാൻ അങ്ങ് കൊതിയായിട്ട് വയ്യ. നീ ഒരു കാര്യം ചെയ്, നാളെ കാലത്ത് ഒരു കാറുമായിട്ട് ഇങ്ങ് വാ. അമ്മേനെ വിളിച്ചോ? പിന്നില്ലേ, എവിടെയായിരുന്നടി ഇതുവരെ? ഞാൻ വെറുതെ പറമ്പില് ചുമ്മാ ഇങ്ങനെ. പുരുഷ വന്നിട്ട് എത്ര നേരം എന്നറിയോ നിനക്ക്? ഇന്ന് വിഷു അല്ലേ, അവന് നിനക്ക് വിഷ്കിന്നിട്ടും തരണ്ടേ? നിങ്ങൾ സംസാരിച്ചിരിക്കും, അപ്പച്ചി പോയി ഇത്തിരി കാപ്പി ഇട്ടോണ്ട് വരാം. കുട്ടിയൊക്കെ കൈനീട്ടം കൊടുത്തു, ഓരോ ഉറുപ്പ്യ. സന്ധ്യക്കാവുമ്പോ അത് പോരല്ലോ, അത് ഞാൻ തരുമ്പോ. ഇത് സന്ധ്യക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഞാൻ വാങ്ങിച്ചതാ. വാങ്ങിച്ചോളൂ, വാങ്ങിച്ചോളൂ. തുറന്നു നോക്കിക്കോളൂ, നോക്കിക്കോളൂ. ഇഷ്ടമായോ? പറയൂ സന്ധ്യ. ഇത് ഉടുത്താൽ നല്ല ഭംഗിയായിരിക്കും സന്ധ്യയെ കാണാൻ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പണ്ട് കൊച്ചുനാളിൽ നമ്മൾ ഒരുമിച്ച് ദേവീക്ഷേത്രത്തിൽ തൊഴാൻ പോയത്. അന്ന് സന്ധ്യയുടെ പുറന്നാളായിരുന്നു. മഞ്ഞപ്പട്ടിന്റെ ബ്ലൗസും കടും പച്ചപ്പാവാടയും, അതിൻ്റെ അടിയിൽ വീതിയുള്ള കസവിന്റെ കരയും. അന്ന് തിരിച്ചു വരുമ്പോ സന്ധ്യ ഓർക്കുന്നില്ലേ? ഓർക്കുന്നില്ലേ? സോറി, ഓർക്കുന്നില്ല. താങ്ക്സ് ചേട്ടാ. ഇത് നിനക്കിരിക്കട്ടെ. ഇതുപോലത്തെ വെറൈറ്റി നിന്റെ ഇല്ലല്ലോ. ഇല്ല, പുരുഷേട്ടൻ തന്നതാ.
ആ അങ്ങോട്ട് അകത്തോട്ട് പോയി. എടി സന്ധ്യേ. ആ വേണ്ട, ഞാൻ കൊടുത്ത കസവ് നേരിയത് സന്ധ്യക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നാ തോന്നുന്നത്. അത് ശരി. കിട്ടിയ പാടെ അതും കൊണ്ട് ഓടിയിരിക്കുക. ആഹാ. കൊടുത്തു നോക്കാനായിരിക്കും. നീ കൊടുത്താ പിന്നെ അവക്ക് ഇഷ്ടപ്പെടാതിരിക്കുവോ എന്റെ പുരുഷുവേ? ഓ അപ്പച്ചി ഒരു ഒറ്റ വീക്ക് വെച്ച് കളിയാക്കാം. കഴിക്കട. ഇങ്ങോട്ട്. പുരുഷു വന്നത് കൈനീട്ടം തരാനും വാങ്ങിക്കാനും വേണ്ടി മാത്രമല്ല. പിന്നെ അതെങ്ങനെയാ? വന്നാ ഒന്ന് അടുത്ത് വിളിച്ചിരുത്തി വല്ല ലോഹ്യം ചോദിക്കാനോ വിവരം പറയാനോ എന്തിനെങ്കിലും ഉള്ള മനസ്ഥിതി ഉണ്ടായിട്ട് വേണ്ടേ? താൻ കാര്യം എന്താ പറ. അമ്മയും വല്യപ്പയും പ്രത്യേകം പറഞ്ഞു. ഒന്ന് നിർത്തലടാ നാശം. പിന്നല്ലാണ്ട് നമ്മളെല്ലാരും കൂടെ അങ്ങോട്ട് ചെന്ന് കുറച്ചു ദിവസം അവിടെ താമസിക്കണമെന്ന്. സിംഗപ്പൂരിൽ നിന്ന് കുമുദം വന്നിട്ടുണ്ട്. വല്യപ്പയുടെ മോളാ. ആ പ്രസവത്തിന് വന്നിരിക്കുക. കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായി. എത്ര നേരത്തെ നേർന്നിട്ടാന്ന് അറിയോ? പോവാം. അയ്യോ അച്ഛൻ ചതിക്കല്ലേ. വിഷു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ടൂർ പോവാന്ന് പറഞ്ഞിരുന്നോ? വാക്ക് മാറ്റില്ലേ? ആലുമാരിക്കളല്ലേ ഇല്ലടാ ഒന്നടങ്ങ്. വെക്കേഷൻ ആയ പിള്ളേരും കൊണ്ട് എവിടെങ്കിലും ടൂർ പോവാന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നും വന്നിട്ട് പുറത്തേക്ക് എങ്ങൊന്നും പോയതുമില്ലല്ലോ. നമുക്ക് കോളത്ത് പോച്ചാ. ഓ അച്ഛാ നമുക്ക് മലമ്പുഴ പോവാച്ചാ. നമുക്ക് വേറെ വല്ല നല്ല സ്ഥലത്തും പോവാം. നല്ല നേച്ചറിന്റെ നടുക്ക്, വല്ല കാട്ടിലോ മറ്റോ. എന്തിനാ? സന്യസിക്കാനാണോ? പോടെ അവിടുന്ന്. അച്ഛാ നമുക്ക് തേക്കടിയിലും മറ്റോ പോയാലോ? ആ തേക്കടി കൊള്ളാം. അത് മതി അച്ഛാ. ആ ശരി ആയിക്കോട്ടെ. ഞാൻ എവിടേക്കും ഇല്ല. എനിക്ക് എന്റെ വീട്ടിൽ പോണം. ഞാനും വരാം അമ്മയുടെ കൂടെ. എനിക്ക് മുത്തശ്ശിയെ കാണാലോ. ആ ഇനി കൂട്ടില്ല പരാതി വേണ്ട. നിങ്ങൾ ടൂറിനോ എവിടേക്കാന്ന് വെച്ചാ പൊയ്ക്കോളൂ. നാളെ കാറുമായിട്ട് വരാൻ ഞാൻ പുരുഷനോട് പറഞ്ഞിട്ടുണ്ട്. ഞാനും കാർത്തിയാനും കൂടെ അതിലങ്ങ് പൊയ്ക്കോളാം. ചെന്നില്ലെങ്കിലേ അമ്മ ഇരുത്തി പൊറപ്പിക്കില്ല. ബാക്കിയുള്ളവർക്ക് നേരെ തേക്കടിക്ക് അങ്ങ് പോവാം. എന്താ പിന്നെ? നാളെ 9 മണിക്ക് എല്ലാം റെഡി ആയിക്കോണം. ഇപ്പൊ പോയി കിടന്നുറങ്ങ. Look there. There. A group of people.
ഗോപുരത്തിന്റെ അവിടെയാ നമ്മൾ താമസിക്കാൻ പോകുന്നത്. നല്ല ഭംഗി. ഒരു വീട് പോലെ ഞാൻ വീടല്ല, ഇറ്റ്സ് എ പാലസ്. ബ്യൂട്ടിഫുൾ. ഒരു മരം കണ്ടോ? അതാണ് കുഴിമോഹ ട്രീ. അച്ഛാ അച്ഛാ നമ്മൾ അവിടെ കൊണ്ട് വിട്ടിട്ട് ഈ ബോട്ട് അപ്പൊ തന്നെ തിരിച്ചു പോകും. പോകണ്ടേ? എന്നിട്ട് ഇനി എപ്പോഴാ തിരിച്ചു വരിക? നമ്മൾ വിളിച്ചാലേ വരൂ. ഹായ്, അപ്പൊ അതുവരെ ഈ കാട്ടില് ഈ തുരുത്തില് നമ്മള് മാത്രം. Just be alone. It's an island. നീ ഒന്ന് കണ്ടോണ്ടോ? അങ്ങ് പോക്കോളൂ. ഇത്രയും പടികൾ കയറിയപ്പോഴേക്കും താനും കിതച്ചു പോയി അല്ലേ? ഇതിനാ ഞാൻ പറയുന്നത് എക്സസൈസ് ചെയ്യണം. മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. 2 റൂമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇവിടെയും ഒന്ന് ആറ്റത്ത്. ഒരു കാര്യം ചെയ്യാം, താൻ അവിടെ കുടിക്കും, ഞാൻ ഈ പിള്ളേരെ കൊണ്ട് ഇവിടെ കുടിക്കണം. ഓക്കെ. പെട്ടി വാങ്ങിക്കാം. പെട്ടി. വാ 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 പിള്ളേരെല്ലാം വാ. താങ്ക് യു. Keep it. സാർ വേറെ എന്തെങ്കിലും? Not now. എന്താ തണുപ്പ്. എന്റെ ഒരു സെറ്റർ ഉണ്ട്, തരട്ടെ? താൻ തനി പട്ടാളക്കാരൻ തന്നെ. വാട്ട് വാട്ട് വാട്ട്? ഇടൂ, സെറ്റർ ഇട്ട ശരീരത്തിന് തണുപ്പല്ലേ മാറൂ, ആത്മാവിന്റെ തണുപ്പ് മാറ്റാൻ വല്ലതും ഉണ്ടോന്നാ ചോദ്യം. രാവിലെ തന്നെ തുടങ്ങണോ? ഇവിടെ രാവിലെ ഒന്നും രാത്രി ഒന്നും ഇല്ല. ഇവിടെ ഒറ്റ സാധനമേ ഉള്ളൂ, അത് തണുപ്പാ. സോഡ ഇല്ല, വെള്ളം ഒഴിക്കാം. ഏയ് എനിക്കിപ്പോ വേണ്ട. കേട്ടവര് കഴിക്കാം. ഒന്നുകൂടെ ആവാം. ആയിക്കോട്ടെ. ഇനിയിപ്പോ എന്താ? അതിന് വെള്ളം വേണം. ഇവരെ കാണുന്നില്ലല്ലോ. ഇപ്പൊ വരും. മറ്റേത്. വരുന്നുണ്ട് വരുന്നുണ്ട്. അങ്കിളിന്റെ ഡ്രസ് കണ്ടോ? കൊള്ളാവോ? പഴയ കോൺസ്റ്റബിൾമാരെ പോലെ ഉണ്ട്. തുടങ്ങി അങ്ങനെ പോയി നോക്കൂ നോക്കൂ നോക്കോളെ. അവിടെയാണ്. എന്താ ഉരുപ്പടി? ഇവനെ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. ഒരു ബേസ് ഇട്ട് ചുമ്മാ വെച്ച് കൊടുത്താൽ മതി. ഒരു 5000 rupees. വേണം കുറച്ച് വാർണിഷ് വേണ്ട, റോ ടെക്സ്ചർ മതി. ഓ യു ആർ റൈറ്റ്. ഇങ്ങനെ ഉണ്ട് ഐഡിയ. ഞാൻ ഇതിലൊന്ന് കേറട്ടെ. മോളെ ഓടിവാ ഓടിവാ, സൂര്യ കാണിച്ചു തരാം.
എന്നെ വിളിച്ചത്? ഏന്ന് അതേന്ന് അപ്പോഴേന്ന് പിന്നെ ഉണ്ടല്ലോ ഒന്ന് ദേ ഇവിടെന്ന്. മുമ്പെങ്ങനെയാ വിളിച്ചിരുന്നത്? അങ്കിളെന്ന്. പിന്നെ എന്താ വിളി മാറ്റിയത്? അതോ അന്നങ്ങനെ വിളിക്കാൻ തോന്നി അങ്ങനെ വിളിച്ചു. ഇന്ന് ഇങ്ങനെ വിളിക്കാൻ തോന്നി ഇങ്ങനെ വിളിച്ചു. അതെന്താ ഇപ്പൊ ഇങ്ങനെ തോന്നിയത്? അറിയണോ? അറിയണെങ്കിലേ ചോദിച്ചു നോക്ക്. ആരോട്? അവനവനോട് തന്നെ.
ഇതിനകത്ത് ഇഷ്ടം പോലെ ചെളിയുണ്ട്. ശരിക്കും തുടക്കേ. പ്രാണി എടുത്ത് നീ മിണ്ടാതെ പ്രാണി എടുക്കാൻ ഞാൻ ശരിക്കും എന്നെ തുടക്കുന്നത്. ഇവിടെ റാണി വേണം. ചേച്ചി ഇതില്ലേ കിളി കൂട് വെച്ചിട്ടാണെന്നാ തോന്നുന്നു കേട്ടോ. എല്ലായിടത്തും അകത്തോട്ട് വെക്കെ. ഇത് ഇങ്ങനെ തന്നെ വീട്ടിലെത്തിക്കണം. അതാ മിടുക്ക്. ആ സൂക്ഷിച്ച് സൂക്ഷിച്ച്. നല്ല ഭാരം. തട്ടല്ലേ തട്ടല്ലേ. ഇതിപ്പോ എങ്ങനെയാണോ അച്ഛാ, എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ. അതല്ല, അത് അച്ഛനോട് മാത്രം പറയാനുള്ളതാ. എന്താടോ ഇപ്പൊ അങ്ങനൊരു കാര്യം? അല്ലച്ചാ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ആ വാ. എന്താ മോളെ, എന്ത് പറ്റി? എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. അതിപ്പോ തന്നെ വേണോ? വീട്ടിൽ ചെന്നിട്ടായാലും പോരെ? വീട്ടിൽ ചെന്നാ പറയാൻ പറ്റില്ലതാ. അതെന്താ ഇപ്പൊ അങ്ങനൊരു കാര്യം? അല്ലച്ചാ, എനിക്ക് ഇനി പഠിക്കണമെന്നില്ല. പഠിക്കാണ്ട് പിന്നെ? അച്ഛനോടല്ലാതെ വേറെ ആരോടാ ഞാൻ പറയാ? എല്ലാ അച്ഛനെയും പോലെ അല്ലല്ലോ അച്ഛൻ. അതെ, നീ എന്തായി പറഞ്ഞു പറഞ്ഞേ? അച്ഛാ, എനിക്കൊരാളെ ഇഷ്ടാ. ഒരാളെ എന്ന് വെച്ചാൽ? അതെ അച്ഛാ, ഐ മീൻ അറിയല്ലോ. എന്താ നീ പറഞ്ഞേ? അച്ഛൻ വേറെ ഒന്നും ആലോചിക്കരുത്. എനിക്ക് ആ ആളെ അല്ലാണ്ട്. ആളെ അല്ലാണ്ട്? ദിസ് ഈസ് ട്രൂ അച്ഛാ. Good morning, sir. Good morning. Get me one double large whiskey. Sir, 9 മണി ആയുള്ളൂ. ഇത്ര രാവിലെ തന്നെ. Come on, get me one double large whiskey, I say. Yes. Sir, with soda or water? On the rocks. Thank you. Bearer, Yes, sir. one more double large. On the rocks? Yes, on the rocks. One more large. No, two more large. പ്രതീക്ഷിക്കാത്തത് പലതും നടക്കും. അതാണല്ലോ ലൈഫ്. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്തടത്തും ചിലത് സംഭവിക്കുമ്പോ അപ്പോ എന്റെ സമനില തെറ്റുമെന്ന് വരെ എനിക്ക് സംശയമുണ്ട്. Where is the bearer? Coming, sir. ഞാനിന്ന് അവളെ തല്ലി. എന്തിനാന്നറിയോ? അവളൊരുത്തനെ പ്രേമിക്കുന്നു. എന്റെ മോള് സന്ധ്യ അവനെ അല്ലാതെ വേറൊരുത്തനെ വേണ്ടെന്ന്. ആരാവൻ? ആരാ?
അതാ പ്രശ്നം. അവള് കുഞ്ഞല്ലേ അപ്പോ. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള പ്രായമായോ അവക്ക്. പക്ഷെ മഹാവാശിക്കാരിയാ, അതാ പ്രശ്നം. ഞാൻ പിള്ളാരെ കണക്കിലധികം ലാളിക്കുമ്പോ ഓമന പറയാറുണ്ട്, വേണ്ട വേണ്ടെന്ന്. ഞാനിതൊക്കെ തന്നോടല്ലാണ്ട് വേറെ ആരുടെ പറയാ? ഞാനിപ്പോ എന്താ വേണ്ടേ? അപ്പോ ഞാനിപ്പോ എന്താ വേണ്ടേ? ഞാൻ ശിവരാമന്റെ മുന്നിലിരുന്ന് ഉരുകുകയായിരുന്നു. ലിറ്ററലി. സന്ധ്യക്ക് അറിഞ്ഞൂടാ. അച്ഛൻ ഇങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഞാൻ കരുതിയേയില്ല. എല്ലാം ഞാൻ അച്ഛനോടല്ലേ പറയാറുള്ളത്. ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടില്ലേ അച്ഛൻ? ഒന്ന് ദേഷ്യപ്പെട്ടിട്ടൂടില്ലേ? എന്നാലും എത്ര കാലായി ടെൻഷൻ ഇങ്ങനെ കൊണ്ടു നടക്കുക. ഇറ്റ്സ് നോട്ട് എ ജോക്ക് സന്ധ്യ. തമാശയല്ല ഇത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? വെറുതെ ഒന്ന് കളിപ്പിക്കാൻ പറഞ്ഞതാണെന്ന് അച്ഛനോട് പറഞ്ഞാലോ? തൽക്കാലം വിശ്വസിക്കൂലേ? പിന്നെ കൊച്ചുകുട്ടിയല്ലേ ശിവരാമൻ, തരം പോലെ മാറ്റി പറയുന്നല്ല അങ്ങ് വിശ്വസിക്കാൻ. ഞാൻ പറഞ്ഞ വിശ്വസിക്കില്ല. എന്നാ ചെന്ന് പറഞ്ഞോ. എന്നിട്ട് കിട്ടുന്നതെല്ലാം തന്നെ തന്നെ അനുഭവിച്ചു. ഐ കനോട്ട് ഷെയർ ഇറ്റ്. എന്താ പറഞ്ഞത്? തന്നെത്താൻ അനുഭവിക്കാൻ? പിന്നെ അല്ലാണ്ട്. ഓ, ഒറ്റയ്ക്ക് അനുഭവിക്കാൻ എന്നെ അങ്ങനെ വിട്ടുകൊടുക്കോ? അതും പറ്റില്ലല്ലോ. അതല്ലേ. അത് മതി, അത് മാത്രം മതി എനിക്ക്. പുറത്തു വരുന്ന കളിക്ക്. 1, 2. പുറത്തു പോയിരുന്ന് കളിക്കാൻ. എന്താ സുഖല്ലേ? ആ, തലവേദനയാ? ഉം. ഇവിടാ? ആ. ഇത്തിരി വിക്സ് വരട്ടി തട്ടെ? ആ. പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ അവൾ എന്റെ അടുത്ത് വന്ന് നിന്നപ്പോ, അവളുടെ മുഖം കണ്ടപ്പോ, എന്റെ നെറ്റിയിൽ തലോടിയപ്പോ എനിക്ക് തോന്നി എല്ലാം അവൾ കെട്ടിച്ചമച്ച കഥയല്ലേന്ന്. ഞാൻ ഏറ്റവും കൂടുതൽ ലാളിച്ചത് അവളെയാ. ഇല്ല അപ്പു, അവൾ എന്നെ കളിപ്പിക്കാൻ പറഞ്ഞതാ. ഇല്ലേ? എന്തെങ്കിലും ഒന്ന് പറയടോ. എന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി ചോദിക്കുക. ആരാ ഇപ്പൊ അവളുടെ മനസ്സിൽ വന്ന് ചാടിയത്? ഇനി കോളേജിൽ വല്ല സംശയത്തിന് തീപ്പൊരി വീണ മനസ്സാണ്. അവളുടെ ചുറ്റുവട്ടത്തിൽ ഇപ്പൊ ആരെ കണ്ടാലും എനിക്ക് ആദ്യ ഇവിടുത്തെ തോട്ടക്കാരനെ പോലും. അപ്പോ താൻ അവളോടൊന്ന് സംസാരിക്കുവോ? താൻ അവളോടൊന്ന് ചോദിക്കുവോ? പ്ലീസ്. യെസ്.
ഞാനിവിടെ ഉണ്ടെന്ന്. എനിക്കറിയായിരുന്നു വരുമെന്ന്. എവിടേക്കെങ്കിലും ഇറങ്ങി പൊയ്ക്കളഞ്ഞാലെന്ന് വരെ ഞാൻ ആലോചിച്ചു. ഐ കാൺട്ട് ജസ്റ്റ് ബെയർ ദിസ്, ഈ ടോർച്ചർ. ഇത്ര വലിയ മലയിടിഞ്ഞു വീഴാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? എപ്പോഴെങ്കിലും ഒരിക്കൽ ഇത് പറഞ്ഞല്ലേ പറ്റൂ. അച്ഛൻ ഇത് അറിഞ്ഞല്ലേ വെക്കൂ. സന്ധ്യയുടെ ശരി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ബട്ട് ഫോർ മീ, ശിവരാമന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് അയാളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. സന്ധ്യയ്ക്ക് അത് മനസ്സിലാവില്ല. എനിക്കെല്ലാം മനസ്സിലാവും. പക്ഷേ എന്റെ കാര്യം ഞാൻ വേറെ ആരോടാ പറയാ? ഓ, ദിസ് ഈസ് ടു മച്ച്. സകല സ്വസ്ഥതയും നഷ്ടപ്പെട്ടു. ഐ ഹാവ് നെവർ ഫെൽറ്റ് സോ ഹ്യൂമിലിയേറ്റഡ് ഇൻ മൈ ഹോൾ ലൈഫ്. അതൊക്കെ ഞാൻ കാരണമാണോ? പിന്നെല്ലാം സത്യ, ഐ എം സോറി. വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഐ എം റിയലി സോറി. എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ സഹിച്ചോളാം. പക്ഷേ ഞാൻ കാരണം സ്വയരല്ലാണ്ടായെന്ന് മാത്രം പറയരുത്. അത് ഞാൻ സഹിക്കില്ല. അത് കണ്ടോ? അങ്ങോട്ട് നോക്കിയേ. ഓ അവിടെ
താങ്ക് യു താങ്ക് യു വെരി മച്ച്. ഞാൻ എന്തായി കേൾക്കണത് എന്റെ ഭഗവതി? അല്ലെങ്കിൽ എല്ലാ മക്കളെക്കാളും ഇളതരം കൊടുത്ത് നിങ്ങൾ അവളെ വഷളാക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ഇതിങ്ങനെ അവസാനിക്കുമെന്ന്. കയറ് ഒരു വിട്ടിരിക്കല്ലായിരുന്നോ? ശരിയാണ്, ഒക്കെ എന്റെ തെറ്റാ. ഞാൻ അവളെ ഒരുപാട് വിശ്വസിച്ചു. എന്റെ തെറ്റാ. എന്നാണോ ഞാൻ പറഞ്ഞത്? തെറ്റിന്റേതും കൂടെയാ. ഞാനായിരുന്നു അവളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. മോളിങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. ഇവിടെ വാ. ഇവിടെ ഇരിക്കെ. അമ്മ ചോദിക്കട്ടെ, എന്തിനാ മോളെ അച്ഛനെ അമ്മ ഇങ്ങനെ കണ്ണീര് കുടിപ്പിക്കുന്നത്? കണ്ടില്ലേ അച്ഛന്റെ ഒരു ഇരിപ്പ്? ഇവിടുന്ന് പോയ ആളാണോ ഇപ്പോ? അമ്മ അച്ഛനെ പറഞ്ഞ് ആശ്വസിപ്പിക്കായിരുന്നേ. അച്ഛന്റെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും എന്റെ മോള് ചെയ്യില്ല എന്ന്. വല്ല പൊട്ടബുദ്ധിക്കും അന്നേരത്തെ ഇളക്കത്തിന് വേണ്ടാത്തത് വല്ലതും എന്റെ മോടെ മനസ്സിൽ തോന്നിയാൽ തന്നെ നമ്മള് കാര്യം പറയുമ്പോ മോക്ക് മനസ്സിലാവുന്നു. അതങ്ങനെ തന്നെ മനസ്സിൽ നിന്ന് തട്ടിക്കളയുന്നു. ഇല്ല മോളെ? അമ്മയും അച്ഛനും വിഷമിക്കരുത്. എനിക്കതങ്ങനെ തട്ടിക്കളയാൻ കഴിയില്ല. ആരെത്ര നിർബന്ധിച്ചാലും പറ്റില്ല. പറ്റണം. അച്ഛനോടും അമ്മയോടും തരുമ്പെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ പറ്റണം. ഇതൊഴികെ വേറെ എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ, ഞാൻ അനുസരിക്കാം. ഇത് മാത്രം പറ്റില്ല. പ്ലീസ് അച്ഛ. അയ്യോ അയ്യോ, എന്താ ഇത്? അയ്യോ, അടിക്കില്ലേ, അടിക്കില്ലേ, അവളെ അടിക്കില്ലേ, 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 അയ്യോ, വിട്, വിട്, അയ്യോ, ഒന്ന് വിടുന്നേ. അയ്യോ, ഒന്ന് വിടൂ. ഒന്നിങ്ങ് വന്നേ, ഇങ്ങോട്ട് വരാം. ഒന്ന് കൊണ്ടുപോകട്ടെ.
സംഭവിച്ചുള്ളൂ. ഒരു കണക്കിന് അങ്ങേരിറങ്ങിപ്പോയത് നന്നായി. കുറച്ചു ദിവസം കഴിയുമ്പോ അവിടെ മനസ്സങ്ങ് ശരിയായിക്കൊള്ളു. Bring it. Stop it. Stop it, I say. Stop it. Hey, what are you doing? Come on. Stop this nonsense. Hold on, man. Come on. Hey, take him away. I say stop That's it. Come on. What the bloody hell you are doing, man? Come on. Keep him away. Take him. Bastard. Come on. Stop it. Take him away. Hey, come on. Stop this nonsense. That's it. Kill him. Kill him. Throw him in the sea. Throw him away. Satu. Jadi boleh. Boleh.
ഉറക്കം വരുന്നില്ല അവനെ. അവൻ പോയില്ലേ അപ്പോ? ആരും ഇല്ല അവന്. ഇനി എന്തിനാ അതൊക്കെ ആലോചിക്കുന്നത്? ഒക്കെ കഴിഞ്ഞൊന്ന് സമാധാനിക്കല്ലേ വേണ്ടത്. ഉറങ്ങിക്കോളൂ. എല്ലാം നേരെയാവുന്നേ. ആ See this one? 2,500. It is that costly. It is a very rare piece. Sandalwood. We got it from the palace of great Maharaja. It is around 2,500 years old, you know. See the ancient type of carvings. Beautiful. Yes. How do you See like this? this? Oh, this is rosewood. Oh, It's very costly. but much costly than what Yeah, you yeah. see. Let me see. എന്താ? എന്താ സന്ധ്യ? I will. ശശി ഞാനിപ്പോ വരാട്ടോ. ശരി സാർ. യു പ്ലീസ് carry on. വരൂ. ഓരോ തവണ സന്ധ്യ എന്നെ ഇഗ്നോർ ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ കൊച്ചാക്കാൻ ശ്രമിക്കുമ്പോഴും ഒരക്ഷരം പോലും മിണ്ടാതെ വിഡ്ഢിയെ പോലെയാണ്. അപ്പോഴൊക്കെ പകയോടെ എൻ്റെ മനസ്സിൽ എണ്ണി ഞാൻ കണക്കൂട്ടായിരുന്നു. എന്ത് വില കൊടുത്തും എങ്ങനെയും സന്ധ്യയെ ഞാൻ സ്വന്തമാക്കുന്നു. പക്ഷേ എൻ്റെ മുമ്പിൽ വന്ന് വിതുമ്പിക്കരഞ്ഞ് സന്ധ്യ നോവിച്ചുകൊണ്ട് എനിക്കൊന്നും സ്വന്തമാക്കണ്ട. എൻ്റെ മനസ്സിൽ ഇത്തിരി നൊമ്പരം ബാക്കി കിടക്കും. കിടന്നോട്ടെ, സാരമില്ല. എവിടെയായിരുന്നു മോളെ? എങ്ങോട്ടെങ്കിലും പോവാനോ ഒന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ? തീ തിന്നെയായിരുന്നു. ഇതിലും ഭേദം നീ ഞങ്ങളെ ഒന്ന് കൊല്ലുമായിരുന്നു. എന്തെല്ലാം ആലോചിച്ചെന്നറിയോ? നിങ്ങൾ അപ്പുറത്ത് പോ. സന്ധ്യ കടയിൽ വന്നു. അവിടെ വന്ന് കരയൊക്കെ ചെയ്തപ്പോ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഉണ്ടായത്. സന്ധ്യയെ എന്നേക്കാ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാലോ. കുട്ടിക്കാലം മുതലേ ഉള്ളതല്ലേ അവളുടെ പിടിവാശി. എതിർക്കുമ്പോഴെല്ലാം അവളുടെ വാശി കൂടാറേ ഉള്ളൂ. ഇപ്പോ നമ്മുടെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോ അവൾ ചെയ്തത് തെറ്റായിരിക്കാം, അത് തിരുത്തുകയും വേണം. പക്ഷേ അതിനിടയിൽ അവൾ എന്തെങ്കിലും അപകടം കാണിച്ചാലോ, എന്തെങ്കിലും സാഹസം കാണിച്ചാലോ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് നേടിയിട്ടെന്താ? പിന്നെ ഈ വീടിന്റെ അവസ്ഥ എന്താ? ഇതിലിപ്പോ ജയത്തിന്റെയും തോൽവിയുടെ ഒന്നും പ്രശ്നമില്ല. ജയിച്ചാൽ തന്നെ അത് അവളല്ലേ, നമ്മുടെ സന്ധ്യയല്ലേ. നീ എന്താ പുരുഷോ ഈ പറഞ്ഞോണ്ട് വരുന്നേ? അല്ലെങ്കിൽ തന്നെ അയാളെക്കാൾ എന്ത് യോഗ്യതയാ എനിക്കുള്ളത്? എന്നേക്കാൾ പഠിപ്പില്ല അയാൾക്ക്, പണമില്ലേ, സൗന്ദര്യമില്ലേ,
കുട്ടിക്കാലം മുതലേ അമ്മാവൻ അറിയാവുന്ന ആളല്ലേ. അയാൾക്ക് എന്താ ഒരു കുറവ്? അമ്മാവൻ പറയൂ. പ്രായം അല്ലേ? അത്രയല്ലേ ഉള്ളൂ. അത് മാത്രമല്ലേ ഉള്ളൂ തടസ്സം. അവരുടെ മനസ്സിന്റെ ചേർച്ചയല്ലേ നമ്മൾ നോക്കേണ്ടത്. അവളിത് മറന്നോളും എന്ന് അമ്മാവന് തോന്നുന്നുണ്ടോ? ഇല്ല ഇല്ല. എവിടെ പോയി അവളുടെ ചിരിയും കളിയൊക്കെ? പഴയ സന്ധ്യയെ നമുക്ക് തിരിച്ചു വേണ്ടേ? അമ്മാവന്റെ അപ്പുവിനെ അമ്മാവന് തിരിച്ചു വേണ്ടേ? എന്താ അപ്പച്ചി ഒന്നും പറയാത്തത്? ഞാൻ എന്ത് പറയാനാ പുരുഷോ? എനിക്ക് അവളുടെ മുഖത്ത് നോക്കാനുള്ള ശക്തി പോലും ഇല്ലപ്പോ. അമ്മാവനും ഒന്നും പറഞ്ഞില്ലല്ലോ. നീ ഒരു സിഗരറ്റ് ഇതാ. പക്ഷേ അതിനും അപ്പു ഇപ്പൊ എവിടെ ഉണ്ടാവുക? അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എന്നാ പിന്നെ നീ മോളെ അങ്ങ് വിളിക്കേ. അമ്മേ, സമ്മതിച്ചു. അച്ഛൻ സമ്മതിച്ചു. Once upon a time, 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 once upon a time. എന്താ? കണ്ടോളൻസ്. ഇന്നലെ ബീച്ചിൽ നിന്നാണ് ബോഡി കിട്ടിയത്. പോസ്റ്റ്മോർട്ടം വേണ്ടി വന്നു. ഒരു കത്തുണ്ടായിരുന്നു. ഞാൻ സമ്മതിക്കില്ല. അമ്മേ, 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 ഇത് കണ്ടോ അമ്മേ? അമ്മേ, അച്ഛാ, 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 ഇല്ല, ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല.
എന്റെ ശിവരാമന് മാപ്പ് നേരിട്ട് പറയാൻ എനിക്ക് ശക്തിയില്ല. പല വഴിയും ആലോചിച്ചു. പക്ഷേ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. എല്ലാ തെറ്റുകൾക്കും ഒരിക്കൽ കൂടി മാപ്പ്. നിന്റെ